ഇനി നമ്മുടെ അതിഥിയുടെ സമയമാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള കൊലപ്പള്ളി ലീലയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ശ്രീമതി കൊലപ്പള്ളി ലീല മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ക്ഷമിക്കണം, ലീല മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തായാലും ഇന്ന് എത്തിയിട്ടുള്ളത് സഖാവിൻ്റെ പ്രിയ സഖി ഒപ്പം ദൈവമേ കൈത്തോടാം കെ കുമാറാകണമെന്ന രണ്ട് ചിത്രങ്ങളിലും വളരെ മനോഹരമായ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് കൊലപ്പള്ളി ലീല. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് എത്തിയിട്ടുള്ളതെങ്കിൽ തന്നെയും ഇന്ന് വളരെ മനോഹരമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത്. സെറ്റ് സാരിയൊക്കെ കൊടുത്താണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന്? അല്ല, അല്ലെങ്കിൽ ഞാൻ വസ്ത്രം ധരിക്കാണ്ടാണോ വരാറ്? അല്ല, ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ശരി. അത് എൻ്റെ പയ്യൻ പറഞ്ഞു, പിന്നെ ലീലാമ്മ ഇനി ചുരിദാർ ഇട്ട് വണ്ടി കയറുകയാണെങ്കിൽ വണ്ടി കയറ്റൂലെന്ന്. പിന്നെ ഇപ്പം നടന്നു പോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, ഇനി ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ വിളിക്കട്ടെ എന്ന്. ഓക്കെ, അതുകൊണ്ടൊരു വ്യത്യസ്തത വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞല്ലോ. എന്തായാലും സന്തോഷം. എന്തായാലും വളരെ സന്തോഷം. താങ്കൾ സ്വന്തമായിട്ട് തന്നെ പാടിയ അല്ലെങ്കിൽ എഴുതി പാടിയ ഒരു ഭക്തിഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം. അത് ശരിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതിയത് തന്നെയാണ്, പക്ഷേ എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ അത് ഉദ്ദേശിച്ച ഒരു 2 വരി അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുന്നിടത്തോളം ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ തന്നെ പാടിയതാണ്. അത് കേട്ടാൽ എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ ചെല്ലാം. ഞാൻ കൃഷ്ണൻ്റെ ആളാണ്. പിന്നെ കൃഷ്ണനെ കുറിച്ചും ദേവീനെ കുറിച്ചും എൻ്റെ അമ്മയെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. എഴുതുന്ന ആളുമല്ല, സ്വയം എങ്ങനെ ഇരിക്കുമ്പോൾ. കൃഷ്ണ കാലികൾ മേച്ചു നീ എങ്ങോ പോയി കണ്ണ, കാടും മേടും കയറിയോ കണ്ണ, കാലികൾ മേച്ചു നീ എങ്ങോ പോയി കണ്ണ, കാടും മേടും കയറിയോ കണ്ണ, പാദം തളർന്നു വീണിതോ കണ്ണ, വയറു വിശന്നു മയങ്ങിയോ കണ്ണ, പാദം തളർന്നു വീണിതോ കണ്ണ, വയറു വിശന്നു മയങ്ങിയോ കണ്ണ, ഉറതൈരും കൂട്ടി ഉണ്ണൻ്റെ കണ്ണ, അമ്മതൻ കൈ കൊണ്ടു വാരിത്തരാം കണ്ണ, ഓടക്കുഴൽ വിളി കേട്ടില്ല കണ്ണ, ഗോക്കൾ കരച്ചിലും കേട്ടില്ല കണ്ണ, എങ്ങു പോയി എൻ്റെ കണ്ണ, ആഴിയിലെങ്ങാനും വീണിതോ കണ്ണ, എങ്ങു പോയി എൻ്റെ കണ്ണ, ആഴിയിലെങ്ങാനും വീണിതോ കണ്ണ, രാമനെ കൂടെ കൂട്ടാത്തതെന്തേ, എന്തിനാ ഏകനായി പോയി നീ കണ്ണ, അമ്മതൻ ഹൃദയം തകരുന്നു കണ്ണ, കണ്ണു നിറഞ്ഞു തുളുമ്പുന്നു കണ്ണ, അമ്മതൻ ഹൃദയം തകരുന്നു കണ്ണ, കണ്ണു നിറഞ്ഞു തുളുമ്പുന്നു കണ്ണ, കാലികൾ മേച്ചു നീ എങ്ങു പോയി കണ്ണ, കാടും മേടും കയറിയോ കണ്ണ. ഇത് 2 വരി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം മുഴുവൻ പാടിയല്ലോ. എന്റെ ദൈവം ഒരു 4 വരികൾ ഇനിയുണ്ട്, പക്ഷെ അറിയില്ല. ഇനിയുണ്ടോ? അല്ല, മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് എന്നോട് നിർത്തിക്കോളാൻ പറയുന്നുള്ളത്. അതാണ് എന്റെ കഴിവ്. കാരണം നമ്മള് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം പാട്ട് 2 വരി പാടാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ പാടി അങ്ങ് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്താലും തെറ്റാണ്, നല്ലത് ചെയ്താലും തെറ്റാണ്. വളരെ മനോഹരമായിരുന്നു, അതിനകത്ത് മാറ്റമൊന്നുമില്ല. വളരെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എഴുത്തും ആ വരികളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിനിമയുടെ വിശേഷത്തിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ സഖാവിൻ്റെ പ്രിയ സഖി ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന പുതിയ മലയാള സിനിമകൾ 2 സിനിമകളിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് സഖാവിൻ്റെ പ്രിയ സഖിയിലേക്ക് വരാം. ഒരു സഖാവിൻ്റെ പ്രിയ സഖി ആയിരുന്നോ കൊലപ്പള്ളി ലീല? അങ്ങനെ തന്നെയായിരുന്നു. ഫാമിലി പേഴ്സണൽ ലൈഫ് ഞങ്ങൾ അത് തന്നെയാണ്. എങ്ങനെയായിരുന്നു? അല്ല, എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ രസമാണ്. അമ്മയുടെ ആങ്ങള അമ്മാവൻ മൊത്തം അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് 2 പാർട്ടിയുള്ളൂ. കോൺഗ്രസ്. അമ്മ കല്യാണം കഴിച്ച ആൾ കോൺഗ്രസ്.
പക്ഷേ ഞങ്ങൾ മൊത്തം കമ്മ്യൂണിസ്റ്റ്. അവിടെ ഭയങ്കര യുദ്ധം ചെയ്താണ് എൻ്റെ അമ്മ വരെ നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അമ്മാവൻ്റെ ആ ഇതിൽ വന്ന് ഞാൻ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോകുമായിരുന്നു നേരത്തെ. പിന്നെ അങ്ങനെ അങ്ങോട്ട് നിർത്തിയതാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സ് അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ഈ സിനിമ ഇത് എൻ്റെ കഴിഞ്ഞ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു സിനിമ ഉണ്ട് ഒരുപാട് ബന്ധമുണ്ട്. അതായത് ഞങ്ങൾ പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത്, പക്ഷേ ഇങ്ങനെയൊരു സംഭവം വന്നതുകൊണ്ട് പറയാണ്, ഞങ്ങൾ നായന്മാരാണ് ഹിന്ദുക്കളിൽ. അപ്പം അന്നൊക്കെ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തേക്കൊന്നും ഹരിജൻസ് മറ്റുള്ളവർ കിടക്കില്ല. അപ്പോൾ കുറച്ച് അപ്പുറത്ത് ഇതിങ്ങനെ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ കുഴി കുഴിക്കും, എന്നിട്ട് അതിനകത്ത് ഇല വെക്കും, എന്നിട്ട് അവരങ്ങ് മാറി നിൽക്കണം. എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അതിൽ കഞ്ഞി ഒഴിച്ച് കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് പുറകോട്ട് പോരും, എന്നിട്ടാണ് അവർ വന്ന് കുടിക്കുക. ആ ഒരു ഡയലോഗൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും ആ പാർട്ടിയായിട്ട് ബന്ധമുള്ള അത് രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ പൊളിക്കും. അതുപോലത്തെ ഡയലോഗാണ് അതിനകത്ത്. നടന്ന കഴിഞ്ഞ കാര്യങ്ങളാണ്, അതായത് കെട്ടിക്കൂട്ടൊന്നും അല്ല, അത് നടന്ന സംഭവങ്ങളാണ്. അതിപ്പോൾ പ്രായമുള്ളവർക്ക് അറിയാലോ, പക്ഷെ എനിക്ക് പ്രായമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്കത്ര പ്രായം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അസമത്വം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ജനങ്ങളിൽ, ഇന്നത്തെ യുവാക്കളിലേക്ക് ഒരു ഉണർത്തൽ എന്ന് തന്നെയാണ്. അതൊരു നല്ലൊരു ഉണർത്തലാണ്. കാരണം ഇതായിരുന്നു അന്നത്തെ കാലം. ഇന്നുള്ളവർക്ക് എന്ത് വേണമെങ്കിലും, അവർക്ക് എവിടെയും പോകാൻ സ്വാതന്ത്ര്യമില്ല. മറ്റുള്ള ഒരാൾക്കാർ ഇന്നൊരു ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ ചിരട്ടയൊക്കെ ചെത്തി നേരെയാക്കി വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല. ഇന്ന് ആർക്കും എവിടെയും ഏത് പന്തിയിലും ചെന്നിരിക്കാം, ഏത് സദ്യക്കും ചെല്ലാം. ഇപ്പോൾ അവരെ വീട്ടിൽ ചെന്ന് ക്ഷണിക്കണം, അതൊക്കെ ഒരു നല്ല കാര്യങ്ങളല്ലേ. അതൊക്കെ ഉണ്ടാക്കിയിട്ടവരെ നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറയണ കേട്ടതാണ്, എനിക്ക് അധികമൊന്നും അറിയില്ല, പക്ഷെ പെൻഷൻ, ഈ കർഷകർക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുത്തത്, അല്ലാത്ത പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം എല്ലാം ഉണ്ടാക്കിയത് മാർക്സിസ്റ്റ് ആണ്, ഈ സഖാക്കളാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ കേട്ടത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അറിവിൽ അത് 99% ശരിയാണെന്നാണ്. കാരണം എൻ്റെ അമ്മയൊക്കെ ആ പെൻഷൻ വാങ്ങുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ചിത്രത്തിൻ്റെ സംവിധായകൻ സിദ്ദീഖ് താമരശ്ശേരി ഈ കണ്ണൂരിൻ്റെ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നായിട്ടുള്ള കണ്ണൂരിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ പെൻഷൻ അടക്കമുള്ള കുടുംബശ്രീ അടക്കമുള്ള യൂണിറ്റുകളുടെ മീറ്റിങ്ങുകളിൽ പോയി നേരിട്ട് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം കഥയിലോട്ട് വന്നിട്ടുള്ളത്. അതിന് യാതൊരു സംശയമില്ല. കാരണം അയാൾ വർഷങ്ങളോളം മെനക്കെട്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാവരുടെയും കാര്യങ്ങൾ കണ്ടെത്തി ഉണ്ടാക്കണ്ടേ. അങ്ങോട്ട് അനുഭവിച്ച വ്യക്തിയായിരിക്കും, അല്ലാതെ അങ്ങനെ എഴുതാൻ പറ്റില്ല. അതിലത്തെ ഓരോ ഡയലോഗുകളും അതുപോലെ ഹൃദയസ്പർശം ചെയ്യണത്. ചിത്രത്തിന്റെ ട്രെയിലർ ഒന്ന് കാണാം. ഓക്കെ. ഇത് അയ്യങ്കാളിയുടെ കേരളമാണ്. ഗുരുദേവ ദർശനങ്ങളാൽ പ്രചോദിതരായ നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ നവകേരളം. മതമൗലികവാദിയാവണോ മനുഷ്യനാവണോന്ന് അവർ തീരുമാനിക്കട്ടെ. വിവരദോഷികളാ, ദേശസ്നേഹം കുറയും. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. രജിസ്റ്ററിൽ ഇപ്പൊ വിൽക്കുന്ന ആളുടെ ഫോട്ടോ വേണം. കമു വേദനായകം, കറുപ്പയ്യ മുത്തുവേൽ വേദനായകം. നമ്മുടെ നാട് എന്ത് കളർഫുള്ളാ. ഇവിടുത്തെ പൊളിറ്റിക്സും അതെ, പല വർണ്ണങ്ങളാണ്. ഈശ്വരനെ അപമാനിക്കാൻ നടക്കുന്നു. ഡെത്ത് ഉണ്ടാക്കിയ പോലെ. ലാൽ സലാം. താങ്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു രാഷ്ട്രീയമുള്ള ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് അഭിനയിച്ചതെന്ന് തോന്നുന്നു. അതെ 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 അതെ. അത് ഒത്തിരി ലെങ്തി ഡയലോഗായിരുന്നു. അതൊക്കെ എനിക്കറിയാൻ പാടില്ല, മൊത്തം പറയാൻ പറ്റി. അങ്ങനെയുള്ള ഇതിലൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ചേച്ചിയുടെ പല ഡയലോഗുകളിലും അല്ലെങ്കിൽ പല സിനിമകളിലെ ഡയലോഗുകളിലേക്ക് വരുമ്പോഴത്തേനും ഭ എന്ന് പറഞ്ഞിട്ട് ആട്ടുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് കൂടുതലായിട്ടും ഉണ്ട്. അത് ഈ ചിത്രത്തിലും അത് തന്നെയുണ്ട്. അല്ല, അത് എന്താ വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല, ഏതോ ഒരെണ്ണത്തിൽ എങ്ങാണ്ട് ആട്ടിയതാണ്. ഒരു ഇനാഗ്രേഷന് പോയാലും എന്നെ ഇറങ്ങാൻ സമ്മതിക്കില്ല, ആട്ടിച്ചേ വിടുള്ളൂ. ഒന്ന് ആട്ടണം. എൻ്റെ ദൈവമേ,
വെറുതെ വെറുതെ എന്നോട് നേരം വിളിച്ചാൽ പാട്ട് കേൾക്കണ്ട മോനെ. എന്നെ ആട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സിനിമയിലെ ഡയലോഗ് പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അത് ശരി. എന്നാ പുലിവാൽ കല്യാണത്തിൽ എനിക്ക് അങ്ങനെ കാരണം എന്താ പറയുക, അത് എവിടെയും ചെല്ലുമ്പോൾ ആൾക്കാർ ആ ഡയലോഗാണ് എന്നെ കാണുമ്പോൾ പറയുന്നത്. അങ്ങനെ കുറച്ച് ഡയലോഗുകൾ പറയും. അപ്പം അതുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്ക് കഴിഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല. കല്യാണമൊക്കെ മുടങ്ങിയിട്ട് ഒത്തിരി അനീഫ്ക പാവം ഇല്ല, അനീഫ്ക, ഹരിശ്രീ അശോകൻ, പിന്നെ ആൾക്കാരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ എന്നോട് ചോദിക്കാം, നിങ്ങൾ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോയെന്ന്. നിന്റെ ധാരാവി, നീ ഊച്ചാളി ഊച്ചാളി എന്ന് കേട്ടിട്ടുണ്ടോടാ എന്ന് പറഞ്ഞിട്ട് മുടി കഴിഞ്ഞിട്ട് ഒരു ഏറാണ് അനീഫ്കയുടെ മുഖത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പറയും കളക്ടർ, അത് എല്ലാവരും പറയല്ലേ ഈ കളക്ടർ എന്ന് പറയണ കേട്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സാധനമാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എന്താണ്, വയറുമ്മിൽ 2 കാലും കുളത്തും കണ്ടിട്ട് ഇതാണോ കളക്ടർ? വളരെ നന്നായിരുന്നു. ഈ ഒരു പ്രായത്തിലും ശരിക്കും ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ ആട്ടുന്ന ഒരു രീതിയാണെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടുങ്ങിപ്പോകുന്ന രീതിയിലാണ് മാഡത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്. പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം പറയരുത് ഈ പ്രായത്തിലൊന്നും. എനിക്ക് എന്ത് പ്രായമുണ്ട്? അയ്യോ, അതൊരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ആദ്യം അത് പറഞ്ഞിരുന്നു, ചുരിദാറിട്ട് നടന്നിരുന്ന ഒരാളെ നമ്മൾ സാരിയിലോട്ട് മാറ്റിയ ഒരു സാഹചര്യം പറഞ്ഞിരുന്നു. അത് ശരി. ഓക്കെ, വീണ്ടും ചിത്രത്തിലേക്ക് വരാം. ശരിക്കും സഖാവിൻ്റെ പ്രിയസഖി എന്ന ചിത്രത്തെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നല്ല പടമാണ്. അതിനകത്ത് വേറെ കെട്ടിക്കൂട്ട് കാഴ്ചകളോ തട്ടിക്കൂട്ട് പരിപാടികളോ ഒന്നുമില്ല. കാരണം കുറച്ച് പ്രായമായ ആൾക്കാർക്ക് അറിയാം, പിന്നെ വീട്ടിലുള്ള പ്രായമായവർ പറഞ്ഞു കേട്ടിട്ടെങ്കിലും അറിവുണ്ടാവും. പടം എല്ലാവരും കണ്ടതായിരുന്നു, എല്ലാവരും കണ്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ളവരും കാണണം. കാരണം അതുപോലെ നല്ലൊരു പടമാണ്. കാരണം എന്താ പറയുക, തെണ്ടിത്തരങ്ങൾ ഒരുപാട് തലമുറക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ജാതി മത പേരിൽ. അതില്ലാണ്ടായി നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് കുടിക്കാനും, ആരുടെന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാക്കിയെടുത്തതും സഖാക്കളാണ്. അതിന് യാതൊരു സംശയമില്ല. ആ പടം എല്ലാവരും കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒപ്പം തന്നെയാണ് നമ്മുടെ ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഒരുപാട് സിനിമകൾ ഇപ്പോൾ കടന്നു വരുന്നു. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് എന്താണ്, ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഈ സിനിമയിലെ കഥാപാത്രം ഞാൻ ആദ്യമായിട്ട് സലികുമാറിനോട് നന്ദി പറയണേ. കാരണം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞു. ആ ശരി. സാധാരണ ഞാൻ ചെയ്തതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായൊരു ക്യാരക്ടറാണ്. കാരണം എല്ലാവരും ഈ തട്ടിത്തെറിച്ച് ആട്ടും തുപ്പുമാണ്. പക്ഷെ ഇതിനകത്ത് അതുണ്ടെങ്കിൽ പോലും ഉള്ളിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതായത് പിന്നെ ജയറാമിൻ്റെ വീടിൻ്റെ തമാശ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു സിലിണ്ടർ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുക, ഒരു അടുപ്പ് വീട്ടിലുണ്ട് ഞാൻ തരാം, അപ്പോൾ സിലിണ്ടർ ഇവിടുന്ന് അത് ഇവിടുന്നേലും സംഘടിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ദൈവം വന്നിട്ടുണ്ട്, ഒരു ദൈവം ആ വീടിനകത്തുണ്ട്. അത് എങ്ങനെ വന്നു എന്താണെന്നുള്ളത് കാണികൾ കണ്ടിട്ട് തീരുമാനിക്കണം, അല്ലാണ്ട് അത് ഞാൻ പറയില്ല. എനിക്കറിയാഞ്ഞിട്ടല്ല. ആ ദൈവം എങ്ങനെ അവിടെ വന്നു, അത് ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കീഴിലാണ് എല്ലാം അവിടെ നടക്കുന്നത്. അപ്പോൾ അവൻ പറയും, അയ്യോ അപ്പോൾ അവൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് വാദിക്കാനൊക്കെ പഠിച്ചതാണ്, വക്കീലന്മാരുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇതിന് പോവുകയാണ്. പക്ഷെ കൊണ്ടുവരുമ്പോൾ എല്ലാ അബദ്ധത്തിലാവും, അകത്ത് കയറ്റാൻ പറ്റില്ല. ചിത്രത്തിന്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു. ഓക്കെ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ലൊരു കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. യാതൊരു സംശയമില്ല, നിറയെ കോമഡിയാണ്. ദൈവം എന്നുള്ളത് വേണിച്ചേട്ടനാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ എല്ലാവരും, സലീംകുമാർ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ പ്രദീപ്, അങ്ങനെ എല്ലാവരും ആരൊക്കെയാണെന്ന് പറയേണ്ട എല്ലാവരും നല്ല ഒന്നാന്തരം കോമഡിയാണ്. എന്നാൽ വെറും കോമഡി മാത്രമല്ല, അതിനകത്ത് ചിന്തിക്കാനുള്ളത് കൂടിയുണ്ട്. വെറുതെ നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് കോമഡി കണ്ട് ചിരിച്ച് അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മെസ്സേജ് ഇന്നത് നടക്കില്ല. പക്ഷെ എന്നാലും പണ്ടുള്ള ആൾക്കാരുടെയും ഒരു പൊതുവേ ഒരു ധാരണ, പുരുഷൻ്റെ അടിമയാണ് സ്ത്രീ എന്നാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, ആ പെണ്ണിൻ്റെ എല്ലാ സ്വാതന്ത്ര്യം കഴിഞ്ഞു, പുരുഷൻ്റെ അടിമ. എന്നാൽ പുരുഷൻ്റെ അടിമയല്ല സ്ത്രീ. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഈ പെൺകുട്ടികൾ എത്ര വളർന്നു വലുതായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സാധനമില്ല. പിന്നെ ഒരു 16 വയസ്സായ ഒരു ആൺകുട്ടിയുടെ കൈയും
ഇത്രയും വയസ്സായി എൻ്റെ കൈയും എൻ്റെ ശരീരവും കൂടി നോക്കുമ്പോഴും അറിയാം ആ കുട്ടിയുടെ കൈക്ക് ആ ഒരു ബലം തന്നെയാണ്, ആ ശരീരപ്രകൃതി, ഇതെല്ലാം ഒരു വ്യത്യാസം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു സ്റ്റെപ്പ് പുരുഷൻ തന്നെയാണ് മുകളിൽ. പുരുഷനൊപ്പം സ്ത്രീ ആവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനൊക്കെ പറ്റാത്ത ഒരു സംഭവമുണ്ട്, നമുക്ക് ആർക്കും പറയാത്ത. അപ്പോൾ ഞാൻ പറയാം, ഭാര്യയും ഭർത്താവും, ഞാനും എൻ്റെ ഭർത്താവും കൂടി പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ പറയാം, അന്നൊന്നും കാറൊന്നുമില്ല, നടന്നു പോവും, ഇല്ലെങ്കിൽ ബസ്സിൽ പോകാനൊക്കെ നിൽക്കുമ്പോൾ ഒന്നിന് പോകേണ്ടിയിരുന്നു, എന്തു ചെയ്യും? ഞാനിങ്ങനെ പിടിച്ചു വെച്ച് നിൽക്കും. പുള്ളീനെ കുറച്ച് നേരം കാണില്ല, പുള്ളി അവിടെ ഇരുന്ന് കാര്യം സാധിച്ചു പോരും. അത് പെണ്ണിന് സാധിക്കില്ല. ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് കരുതി പുരുഷൻ എന്തും കാട്ടി ചവിട്ടി തേക്കാനുള്ള ഒരു വസ്തു, ഒരു സാധനം, ഒരു ഉപകരണമല്ല സ്ത്രീ. സ്ത്രീയാണ്, അമ്മയാണ്, ഭാര്യയാണ്, കാമുകയാണ്, പെങ്ങളാണ്, എല്ലാമാണ്. അതുപോലെ തന്നെ പുരുഷൻ അച്ഛനാണ്, സഹോദരനാണ്, അനിയനാണ്, ചേട്ടനാണ്. സ്ത്രീയും പുരുഷനും ആ സ്ഥാനം അത് കൊടുത്തേ പറ്റൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളായിരുന്നു. എന്തായാലും അത് ഒരുപാട് ആളുകൾക്ക് ഒരു മെസ്സേജായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഇപ്പം മുൻകൂർ ജാമ്യം എടുത്തതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും പലരും പല രീതിയിലാണ് പല രീതിയാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്താ, ബഹുജനം പലവിധം. തീർച്ചയായിട്ടും. പിന്നെ വീണ്ടും ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിലെ ഗാനങ്ങളും വളരെ മനോഹരമാണ്. ഒരു ഗാനം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. വീണ്ടും നമ്മൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ സലീംകുമാർ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. തിരക്കഥയിൽ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ്. ശരിക്കും പ്രേക്ഷകരോട് എന്താണ് ഈ ചിത്രത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? സലീംകുമാർ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതുപോലെ എല്ലാവരുടെയും ഹൃദയം തൊട്ട് 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 ഓരോന്നും പഠിച്ചാണ് പുള്ളി ചെയ്തേക്കണത്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു വെപ്രാളമില്ല, ഒരു പരാക്രമമില്ല, വളരെ സൈലൻ്റായിട്ട് ഓരോ സംഭവങ്ങളും ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിങ്ങനെ നമ്മൾ മനസ്സിൽ കാണുകയാണ് ആ ഒരു കഥ. അപ്പോൾ എൻ്റെ കഥാപാത്രം തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ കാണുകയാണ്. അതുപോലെ നമ്മൾ ഷൂട്ടിങ്ങിന് ഇരിക്കുമ്പോൾ ജയറാം ചെയ്യുകയാണെങ്കിലും മനു ആണെങ്കിലും വേണിച്ചേട്ടനാണെങ്കിലും അവർ ആ കഥാപാത്രം ഇങ്ങനെ മനസ്സിൽ കാണുക. അത് പുള്ളി അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ സലീമിൻ്റെ പടം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശരി, ഇത്രയൊരു പെർഫെക്ഷൻ ഉണ്ടെന്നും സംവിധാനത്തോടൊപ്പം തന്നെ അഭിനയിക്കുന്നുണ്ട്. അതാണ് അഭിനയത്തിന് പിന്നെ അവന് വല്ലാനും ആ ചിരിക്കൊന്നും ആരുമില്ല, ശരി. പക്ഷെ ഇതും കൂടി കഴിവുണ്ടെന്ന് അറിയില്ല, ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇതാണ് ചെയ്തേക്കുന്നത്. അത് കോമഡിക്ക് കോമഡി, സീരിയസിന് സീരിയസ്, മെസ്സേജിന് മെസ്സേജ്, എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ഓവറും ഇല്ലാതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഷോയുടെ അവസാനത്തെ സമയത്തേക്ക് കിടക്കണം നമ്മുടെ ടൈം. കാരണം സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങ് 1 മണിക്കൂർ കിട്ടിയാലും നമുക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ. എങ്കിലും അവസാനത്തിലേക്ക് കിടക്കുകയാണ്. കുളപ്പള്ളി ലീല എന്ന അഭിനേത്രി ഒരുപാട് സിനിമകളിൽ ഒരുപാട് കോമഡി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആളുകളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ചില വേഷങ്ങൾ, അതിൽ 1-2 എണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടത്, കുറച്ച് മുമ്പ് കാണിച്ച കോമഡിയിൽ. കസ്തൂരിമാനിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോമഡി സീനുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് വേണ്ടി. അതെ, എല്ലാവരും കാണുമ്പോൾ തന്നെ പറയണത് അതാണ്. അതായത് കുഞ്ചാക്കോ ബോബൻ്റെ വീട്ടിലേക്ക് കുഞ്ചാക്കോ ബോബൻ വരിക ഞങ്ങളുടെ വീട്ടിലേക്ക്, മീരനെ കാണാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് ഓടി വന്നിട്ട് പറയും, പിന്നെ ഇവളോട് പറയും, പിന്നെ അംബിക മോഹനോട്, അത് ഏതോ ഒരു സാറ് വരുന്നുണ്ട്, സാറോ അപ്പോൾ വന്നിരിക്കുമ്പോൾ പറയും, ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഇവള് പറയും, പിന്നെ ഇവള് എന്നോട് എന്തോ ഒന്ന് പറയട്ടെ, എനിക്ക് ഓർമ്മയില്ല, എന്തോന്ന് ഇവള് പറയുമ്പോൾ ഇവൾ അകത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ കുഞ്ചാക്കോനോട് പറയും, അതേ ഞങ്ങൾ തമ്മിൽ വഴക്ക, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ അതുകൊണ്ട് എന്നോട് വഴക്കിന് വരില്ല. അപ്പോൾ ഇവൾക്ക് പിന്നെ നിവൃത്തിയില്ല നടപ്പ് ഇവിടെ അമ്മ ചേച്ചി പരിപ്പ് വട വാങ്ങിച്ചു, ഒന്ന് കടയിൽ പോയി തരാം. പിന്നെ കടയിൽ പോകണം, എൻ്റെ പട്ടി പോകും കടയിലേക്ക്. അല്ല, ഒരു പരിപ്പോട് ഞാനിപ്പോൾ പോവാം. അതെ, ഞാൻ ഈ മാന്യന്മാരോട് വർത്താനം പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാട്ടോ. ശരിക്കും മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് മിന്നി പറയുന്നുണ്ട്. കാരണം ഒരു കോമഡിയാണ് ചെയ്യുന്നതെങ്കിലും അതിനപ്പുറത്തുനിന്ന് ഒരുപാട് എക്സ്പ്രഷൻസ് മുഖത്തുനിന്ന് വരുന്നുണ്ട്. ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അതെ, നാടകത്തിൽ നിന്ന് എന്നിൽ നിന്ന് എന്ത് നന്മ കലാ ഫീൽഡിലുണ്ടോ അതെനിക്ക് നാടകത്തിൽ നിന്ന് കിട്ടിയതാണ്. പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? പുതിയതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തമിഴ് ആണ് ചെയ്യുന്നുണ്ട്. ഇപ്പം മലയാളം മതിയാക്കിയോ അതോ? എൻ്റെ ദൈവമേ, മരുത് ചെയ്തു, അതിൽ നല്ല അഭിപ്രായമാണ്. ജൂനിയർ മനോരമ ചെയ്താണ് തമിഴ്നാട്ടിൽ വിളിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ വലിയ ഡയറക്ടറാണ് ബാലേ സാറ്, ഞാൻ കടവുൾ പിതാമനൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാച്ചിയാർ പടം ചെയ്തു. അത് ഇപ്പോൾ ഫെബ്രുവരി 9 റിലീസാണ്. ഇപ്പം നാളെ ഒരു കൂട്ടർ വീട്ടിൽ വരും. ഇതിൻ്റെ തമിഴിൻ്റെ 2-3 പടം പറഞ്ഞിട്ടുണ്ട്. തമിഴായാലും മലയാളമായാലും എനിക്ക് വർക്ക് കിട്ടണം, എനിക്ക് ജീവിക്കണം,
അതാണ് തീർച്ചയായിട്ടും മെയിൻ പ്രശ്നം. മലയാളത്തിലും തമിഴിലും എല്ലാം നിറസാന്നിധ്യമായിട്ട് മാറാനായിട്ട് കുളപ്പള്ളി ലീല എന്ന ഈ അഭിനേത്രിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിനും നന്ദി അറിയിക്കുന്നു. സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം. ദൈവമേ കൈതൊഴാം എന്നുള്ള പടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ നല്ല അഭിപ്രായമാണ്. അതെല്ലാവരും കാണണം. കണ്ടിട്ട് എൻ്റെ നമ്പർ എവിടുന്നെങ്കിലും വിളിച്ചിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ടാറ്റാ. എല്ലാവരും കാണണം, ഒരിക്കൽ കൂടി കാണണേ. ഓക്കെ, അതുപോലെ തന്നെ സഖാവിൻ്റെ പ്രിയ സഖി. ഓക്കെ, ബൈ. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.